ദൂരദർശൻ മലയാളം പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന നയങ്ങളും വികസന നേട്ടങ്ങളും പങ്കുവയ്ക്കുന്ന അമൃത ഭാരതം പ്രതിവാര മാഗസിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ബഹിരാകാശത്ത് ഇന്ത്യയുടെ സ്വകാര്യ അഹങ്കാരമായി സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ വിക്രം-1. നാളിതുവരെ ISRO വികസിപ്പിച്ച റോക്കറ്റുകളിലായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഉപഗ്രഹ വിക്ഷേപണങ്ങൾ. ആ പതിവ് തെറ്റിച്ചുകൊണ്ട് രാജ്യത്തെ ഒരു സ്വകാര്യ കമ്പനി വികസിപ്പിച്ച ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റായ വിക്രം-1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിജയകരമായി വിക്ഷേപിച്ചു. ഇതോടെ സ്വകാര്യ വിക്ഷേപണത്തിന് ശേഷിയുള്ള രാജ്യങ്ങളുടെ മുൻനിരയിലാണ് ഇന്ത്യ ഇടം നേടിയത്. ആഗോള വിക്ഷേപണ വ്യവസായ രംഗത്ത് രാജ്യത്തെ സ്വകാര്യ മേഖലയുടെ കടന്നുവരവിന് വഴിയൊരുക്കിയ മിഷൻ ആഗമൻ എന്ന അത്ഭുതത്തെക്കുറിച്ച് കൂടുതലായി അറിയാം. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയർന്ന വിക്രം-1 റോക്കറ്റ് വെറും ഒരു സാങ്കേതിക പരീക്ഷണം മാത്രമായിരുന്നില്ല. വാണിജ്യ ബഹിരാകാശ വിപണിയിൽ ഇന്ത്യ അതിന്റെ കരുത്ത് തെളിയിച്ച ചരിത്ര നിമിഷത്തിനു കൂടിയാണ് മിഷൻ ആഗമൻ ദൌത്യത്തിലൂടെ രാജ്യം സാക്ഷ്യം വഹിച്ചത്. പൂർണ്ണമായും ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റ് ആദ്യമായാണ് ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയോടുള്ള ആദരസൂചകമായി വിക്രം-1 എന്നാണ് റോക്കറ്റിന്റെ പേര്. 5, 4, 3, 2, 1, 0. And we have liftoff of Vikram-1, India's first private orbital launch. Liftoff normal. We have great news coming from this ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ചരിത്രപ്രസിദ്ധമായ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്നാണ് ഇത് വിണ്ണിലേക്ക് കുതിച്ചത്. ഇൻസ്പേസിന്റെ പിന്തുണയോടെയായിരുന്നു വിക്ഷേപണം നടന്നത്. വിജയകരമായ വിക്ഷേപണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ട് ടീമിനെ അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയ്ക്ക് പുതിയ വഴിത്തിരിവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചരിത്ര നേട്ടത്തെ വിശേഷിപ്പിച്ചത്. ഈ ദൌത്യം ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്ക് പുതുതലമുറയെ പ്രചോദിപ്പിക്കുന്ന ശക്തമായ വേരുകൾ രാജ്യത്ത് പാകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ये मुझे और खुशी दे रही थी. शुरू में आपके चेहरे पर चिंता भी नजर आती थी, लेकिन फिर मैं देख रहा था कि खुशियों से माहौल भर गया. मैं आपको, आपकी पूरी टीम को इस महत्वपूर्ण निर्णय के लिए और महत्वपूर्ण सफलता के लिए मैं बहुत बहुत बधाई देता हूं. അത്യാധുനിക കാർബൺ കോമ്പോസിറ്റ് ഘടനയിൽ നിർമ്മിച്ച 3 ഘട്ടങ്ങളുള്ള സോളിഡ് ഇന്ധന റോക്കറ്റാണ് വിക്രം-1. 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിനുകളും ഹൈ ത്രസ്റ്റ് സോളിഡ് റോക്കറ്റ് മോട്ടോറുകളും ഉൾപ്പെടെ പൂർണ്ണമായും ആഭ്യന്തരമായി വികസിപ്പിച്ച പ്രൊപ്പൽഷൻ സംവിധാനങ്ങളാണ് ഇതിന് ഊർജം പകരുന്നത്. ലോ എർത്ത് ഓർബിറ്റിലേക്ക് 350 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ വിക്രം-1 കഴിയും. 23 മീറ്റർ ഉയരമുള്ള വിക്രം-1 റോക്കറ്റ് 2 ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ 6 പേലോഡുകളുമായാണ് ഏകദേശം 450 കിലോമീറ്റർ ഉയരത്തിലുള്ള ലോ എർത്ത് ഓർബിറ്റിലെത്തിയത്. ബഹിരാകാശ ചരിത്രത്തിൽ ആദ്യമായി വെറും 0.8 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ഡോക്ടർ CV രാമൻ, ഡോക്ടർ വിക്രം സാരാഭായി, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവരുടെ അതിസൂക്ഷ്മ ശില്പങ്ങൾ അടങ്ങിയ മൈക്രോ ആർട്ട് പേലോഡും വിക്രം-1 ഭാഗമായി. പ്രധാനമന്ത്രിയുടെ കയ്യൊപ്പോടുകൂടിയ പോസ്റ്റ് കാർഡ് ഉൾപ്പെടുന്ന പ്രത്യേക പ്രതീകാത്മക പേലോഡും ദൌത്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. സാങ്കേതിക പരീക്ഷണങ്ങൾക്കായി ഗ്രാഹ സ്പേസ്, കോസ്മോസർവ്, ഡിസ്ക്യൂബ്ഡ്, സ്കൈറൂട്ടിന്റെ സ്വന്തം സ്കോപ്പ് പേലോഡ് എന്നിവയും കോസ്മിക് ബ്ലൂം എന്ന പ്രത്യേക ആർട്ട് വർക്കും ഈ ദൌത്യത്തിന്റെ ഭാഗമായി. വിക്രം-1 വിക്ഷേപണ വിജയത്തോടെ യുഎസിനും ചൈനയ്ക്കും ശേഷം സ്വകാര്യ വിക്ഷേപണത്തിന് ശേഷിയുള്ള ലോകത്തിലെ 3ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ലോകത്തെ ചുരുക്കം ചില സാങ്കേതിക വിപണികളിൽ ഒന്നാണ് ഉപഗ്രഹ വിക്ഷേപണ സേവനം. അതിവേഗം വളരുന്ന ആഗോള ചെറുകിട ഉപഗ്രഹ വിക്ഷേപണ വിപണിയിൽ ഇന്ത്യയ്ക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണ് വിക്രം-1 വിജയകരമായ പരീക്ഷണ പറക്കൽ. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങളിലെ ഒരു
പ്രധാന ചുവടുവയ്പ് കൂടിയായി ഈ വിക്ഷേപണം. സ്വകാര്യ കമ്പനികൾക്ക് ബഹിരാകാശ മേഖല തുറന്നുകൊടുക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തിന്റെ വിജയമാണ് ഈ നേട്ടമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. Let's not forget, the most of all credit goes to Prime Minister Narendra Modi. Had he not taken that courageous out-of-box decision about 5-6 years back of unlocking the space sector and opening up the gates of Sriharikota to private players, we would not have been witness to this event today. കഴിഞ്ഞ ദശാബ്ദത്തിൽ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിലും വൻ കുതിച്ചുചാട്ടമാണ് രാജ്യത്തുണ്ടായത്. വരും വർഷങ്ങളിൽ ബഹിരാകാശ മേഖലയിൽ രാജ്യം വൻ മുന്നേറ്റം നടത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഒരു ചെറിയ കമ്പനിക്ക് വിദേശ രാജ്യങ്ങളിലെ സ്വകാര്യ വിക്ഷേപണ ഭീമന്മാരോട് മത്സരിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച മിഷൻ ആഗമൻ ആ കമ്പനിയുടെ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ ചരിത്ര നേട്ടമാണ്. കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായാണ് ആദ്യ ശ്രമത്തിൽ തന്നെ വിജയം കൈവരിക്കാനായതെന്ന് ഇൻസ്പേസ് ചെയർമാൻ പവൻ കെ ഗോയങ്ക അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ്വ്യവസ്ഥ ഇന്ന് $9 ബില്യൺ മൂല്യമുള്ളതാണ്. അടുത്ത ഒരു ദശാബ്ദത്തിനുള്ളിൽ അത് $40 മുതൽ $45 ബില്യൺ വരെ ഉയരുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. 2014 രാജ്യത്തൊരു സ്പേസ് സ്റ്റാർട്ടപ്പ് മാത്രമുണ്ടായിരുന്നിടത്ത് ഇന്ന് 400-ലധികം സ്റ്റാർട്ടപ്പുകൾ സജീവമാണ്. സ്വകാര്യ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ആഗോള വാണിജ്യ ബഹിരാകാശ രംഗത്ത് ഇന്ത്യയെ മുൻനിര ശക്തിയായി ഉയർത്തുന്നതിലേക്കുള്ള നിർണായക ചുവടുവയ്പായാണ് വിദഗ്ധർ വിക്രം 1ന്റെ വിജയത്തെ വിലയിരുത്തുന്നത്. ഒരു ചെറിയ ഇന്ത്യൻ സ്വകാര്യ കമ്പനിക്ക് പലരും ആധിപത്യം പുലർത്തുന്ന ഒരു വിപണിയിൽ പ്രവേശിക്കാനായെന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ വിക്രം 1ന്റെ വിജയം ഏറെ പ്രസക്തവുമാണ്. ഡീസലോ വൈദ്യുതിയോ ഉപയോഗിക്കാതെ ഓടുന്ന ഒരു ട്രെയിനിനെ സങ്കല്പിക്കാൻ സാധിക്കുമോ? ഡീസൽ എഞ്ചിന് പകരം ട്രെയിനിൽ തന്നെ ഒരു ചെറിയ വൈദ്യുത നിലയം. ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ ഇന്ധനങ്ങളിലൊന്നായ ഹൈഡ്രജൻ ഉപയോഗിച്ചാണ് അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ നേരിട്ട് പുറത്തുവരുന്ന ഉപോൽപ്പന്നങ്ങൾ ജലബാഷ്പവും ചൂടും മാത്രം. ഇതെല്ലാം കേൾക്കുമ്പോൾ ഇത് ഭാവിയിലെ സാങ്കേതിക വിദ്യയാണെന്ന് തോന്നിയേക്കാം. എന്നാൽ ആ ഭാവി ഇപ്പോൾ ഇന്ത്യയിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ശുദ്ധവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനത്തിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ല്. കൽക്കരി തീവണ്ടി മുതൽ വന്ദേ ഭാരത് എക്സ്പ്രസ് വരെ എത്തി നിൽക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ നീണ്ട 173 വർഷത്തെ ചരിത്രത്തിലെ സുപ്രധാന ഏടായി രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ. ഹരിയാനയിലെ 89 കിലോമീറ്റർ ദൈർഘ്യമുള്ള ജിന്ദ് സോനിപത്ത് റൂട്ടിൽ തുടങ്ങിയ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. रेलवे के इतिहास पर नजर डालें तो पाते हैं कि 19वीं सदी के रेलवे की पहचान स्टीम इंजन से बने थे. 20वीं सदी की पहचान डीजल और बिजली से चलने वाली रेल बनी और अब 21वीं सदी की रेल हाइड्रोजन से चलने वाली है. आज भारतीय रेल ने भी 21वीं सदी की इस टेक्नोलॉजी में एक बड़ा स्टेप लिया है. ഇന്ത്യൻ റെയിൽവേ 21ാം നൂറ്റാണ്ടിലെ സാങ്കേതിക വിദ്യയിൽ വൻ മുന്നേറ്റം നടത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. വളരെ കുറച്ചു രാജ്യങ്ങൾക്ക് മാത്രമേ ഹൈഡ്രജൻ ട്രെയിനുകൾ യാഥാർത്ഥ്യമാക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. അവയിൽ പലതും പ്രാഥമിക ഘട്ടത്തിലാണ്. 3-4 കോച്ചുകൾ മാത്രം ഉൾക്കൊള്ളുന്ന അന്താരാഷ്ട്ര എതിരാളികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആദ്യ ശ്രമത്തിൽ തന്നെ 10 കോച്ചുകളുള്ള ഹൈഡ്രജൻ ട്രെയിൻ ഓടിച്ചുകൊണ്ട് ഇന്ത്യ അതിന്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ബ്രോഡ് ഗേജ് ഹൈഡ്രജൻ ട്രെയിൻ എന്ന റെക്കോർഡോടെയാണ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ട്രാക്കിലിറങ്ങുന്നത്. ഹൈഡ്രജൻ റെയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ നിരയിലേക്ക് ഇന്ത്യയും ഇതോടെ എത്തിയിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. जो इसीलिए संभव हो पाई क्योंकि भारत के नेतृत्व ने एक ऐसा बड़ा संकल्प लिया कि हाइड्रोजन की पूरी टेक्नोलॉजी
देश में विकसित करेंगे और आज ये दिन उस संकल्प की सिद्धि का दिन है। നമോ ഗ്രീൻ റെയിൽ എന്ന് പേരിട്ടിരിക്കുന്ന ട്രെയിൻ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിച്ചെടുക്കുകയും ചെയ്തതാണ്. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് ട്രെയിൻ പ്രവർത്തിക്കുന്നത്. 2 പവർ കാറുകളിലായി ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകളും ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററിയും അടങ്ങുന്ന 4 സെറ്റ് ഇന്റഗ്രേറ്റഡ് പവർ പാക്കുകളാണ് ഊർജ്ജകേന്ദ്രം. ഉയർന്ന മർദ്ദത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹൈഡ്രജനും അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജനും സംയോജിപ്പിച്ചാണ് ഫ്യൂവൽ സെൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. ഉപോൽപ്പന്നമായി നീരാവി മാത്രമേ പുറന്തള്ളപ്പെടുന്നുള്ളൂ. വളരെ കുറഞ്ഞ ശബ്ദം മാത്രമേ ട്രെയിനിനുണ്ടാകൂ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈഡ്രജൻ പാസഞ്ചർ ട്രെയിനുകളിൽ ഒന്നായ നമോ ഗ്രീൻ റെയിലിൽ 2 ഡ്രൈവിംഗ് പവർ കാറുകളും 8 പാസഞ്ചർ കോച്ചുകളുമടക്കം 10 കോച്ചുകളുണ്ട്. ഒരേ സമയം 2600 യാത്രക്കാർക്ക് സഞ്ചരിക്കാനാവും. മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാം. ജിന്ദ് സോണിപത്ത് സർവീസിന് ആവശ്യമായ ഇന്ധനം തടസ്സമില്ലാതെ ലഭ്യമാക്കാൻ ജിന്ദിൽ രാജ്യത്തെ ആദ്യത്തെ അത്യാധുനിക ഹൈഡ്രജൻ ഉത്പാദന റീഫ്യൂവലിംഗ് പ്ലാന്റും സ്ഥാപിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നിന്നും വൈദ്യുതി ഉപയോഗിച്ച് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കുന്ന ഇലക്ട്രോലിസിസ് പ്രക്രിയയാണ് ജിന്ദിലെ പ്ലാന്റിൽ നടക്കുക. ഇതിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നായതുകൊണ്ടാണ് ഇതിനെ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. ഈ പ്ലാന്റിൽ കംപ്രസ് ചെയ്ത രൂപത്തിൽ ഒരേ സമയം 3000 കിലോഗ്രാം ഹൈഡ്രജൻ സംഭരിക്കുവാനും ട്രെയിനുകളിലേക്ക് അതിവേഗം വിതരണം ചെയ്യുവാനുമുള്ള സംവിധാനങ്ങളുണ്ട്. കൽക്കരിയും ഡീസലും വൈദ്യുതിയും കടന്ന് ഭാവിയുടെ ഇന്ധനമെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഹൈഡ്രജൻ യുഗത്തിലേക്ക് ഇന്ത്യൻ റെയിൽവേ എത്തിയിരിക്കുന്നു. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ഭാഗമായി നടപ്പിലാക്കിയ ഈ പദ്ധതി ഇന്ത്യയുടെ നെറ്റ് സീറോ കാർബൺ എമിഷൻ ലക്ഷ്യങ്ങൾക്ക് വലിയ ഊർജ്ജമാണ് പകരുന്നത്. രാജ്യമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഭക്ഷ്യ സംസ്കരണ സംരംഭകർ തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് രചിക്കുന്ന അതിജീവനത്തിന്റെയും വിജയത്തിന്റെയും ഗാഥകളാണിപ്പോൾ ഉയരുന്നത്. തലമുറകളായി പരമ്പരാഗതമായ ഇന്ത്യൻ വിഭവങ്ങളിൽ മൂല്യവർദ്ധനവ് വരുത്തി മികച്ച ഭക്ഷ്യോൽപ്പന്നങ്ങൾ നമ്മൾ നിർമ്മിച്ചു പോരുന്നു. എന്നാൽ രാജ്യത്തെ ഭൂരിഭാഗം ചെറുഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളും അസംഘടിത മേഖലയിൽ തന്നെ തുടരുകയായിരുന്നു. ബാങ്ക് വായ്പകൾ, ആധുനിക സാങ്കേതിക വിദ്യ, ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ, ബ്രാൻഡിംഗ്, വലിയ വിപണികൾ എന്നിവയൊന്നും ഇവർക്ക് പ്രാപ്യമായിരുന്നില്ല. 2020 കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായി ആവിഷ്കരിച്ച PMFME പദ്ധതി ഈ സ്ഥിതി ശാശ്വതമായി മാറ്റിമറിച്ചു. ഇന്ന് ഈ പദ്ധതി 2 ലക്ഷം വായ്പാ അനുമതികൾ പൂർത്തിയാക്കി ഭക്ഷ്യോൽപ്പന്ന രംഗത്ത് പുതിയ വിജയം കൊയ്യുകയാണ്. 10,000 കോടി രൂപയുടെ ബജറ്റ് വിഹിതത്തോടെ ആരംഭിച്ച ഈ ദേശീയ ദൗത്യം ചെറുകിട സംരംഭകർ, സ്വയം സഹായ സംഘങ്ങൾ, കർഷക ഉൽപാദക സംഘടനകൾ എന്നിവരടങ്ങുന്ന മുഴുവൻ ഭക്ഷ്യ ശൃംഖലയെയും ഒരുപോലെ ശാക്തീകരിക്കുന്നു. ഇതിന്റെ അപേക്ഷാ നടപടികളിൽ സംരംഭകർ ഒരിക്കലും തനിച്ചാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കൽ, ലൈസൻസിംഗ്, ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയ്ക്കെല്ലാം സഹായിയായി ഡിസ്ട്രിക്ട് റിസോഴ്സ് പേഴ്സൺമാർ ഒപ്പമുണ്ട്. പുതിയ സംരംഭം തുടങ്ങാനോ നിലവിലുള്ളവ ആധുനീകരിക്കുവാനോ പ്രോജക്ട് ചിലവിന്റെ 35% വരെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ ഓരോ അംഗത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങാനും പ്രവർത്തന മൂലധനത്തിനുമായി 40,000 രൂപ വരെ സീഡ് ക്യാപിറ്റൽ ധനസഹായവും ലഭ്യമാക്കുന്നു. ഈ പദ്ധതി വഴി സാധാരണക്കാരായ പ്രൊഫഷണലുകളും പരമ്പരാഗത വ്യാപാരികളും വൻകിട സംരംഭകരായി മാറുന്നതിന് മികച്ച ഉദാഹരണമാണ് ജാർഖണ്ഡിലെ ജംഷഡ്പൂർ സ്വദേശിയായ ജീത് കുമാറിന്റെ ജീവിതം. MBA പഠനത്തിന് ശേഷം തന്റെ കുടുംബത്തിന്റെ പാരമ്പര്യ ഡയറി ബിസിനസ്സിലേക്ക് കടന്നുവന്ന ജീത് കുമാർ വൈശാലി എന്ന ബ്രാൻഡിൽ പേടയും നെയ്യും വിപണിയിലെത്തിക്കുവാൻ തുടങ്ങി. എന്നാൽ ഉയർന്ന ഡിമാൻഡിനനുസരിച്ച് ഉത്പാദനം കൂട്ടാനും യന്ത്രവൽക്കരണത്തിനും തടസ്സമുണ്ടായപ്പോഴാണ് അദ്ദേഹം PMFME പദ്ധതി വഴി വായ്പാ സഹായം തേടുന്നത്. പേട നിർമ്മാണത്തിനുള്ള അത്യാധുനിക ഓട്ടോമാറ്റിക് മെഷീൻ സ്ഥാപിച്ചതോടെ മുൻപ് പരമാവധി 100 കിലോ നിർമ്മിച്ചിരുന്ന സ്ഥാനത്ത് വെറും 2 മണിക്കൂർ കൊണ്ട് 100 കിലോ പേട ഉൽപ്പാദിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 9 ആളുകൾക്ക് സ്ഥിരമായി തൊഴിൽ നൽകുന്ന ജീത് കുമാർ ഇന്ന് ജാർഖണ്ഡിന് പുറത്തേക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു വലിയ സവിശേഷത ഇത് വനിതാ ശാക്തീകരണത്തിന് നൽകുന്ന മുൻഗണനയാണ്. വായ്പാ അനുമതി ലഭിച്ച ഗുണഭോക്താക്കളിൽ 44% സ്ത്രീകളാണ്. ഇതിന് മികച്ച തെളിവാണ് അസമിലെ ഗുവാഹത്തി സ്വദേശിയായ മറാമി ദേക്കയുടെ വിജയം. 2013 ഉപാസന ഫുഡ് പ്രോഡക്ട്സ് എന്ന പേരിൽ ജ്യൂസുകളും അച്ചാറുകളും നിർമ്മിക്കാൻ തുടങ്ങിയ മറാമി തുടക്കത്തിൽ കൈകൾ കൊണ്ട് മാത്രമാണ് ഉത്പാദനം നടത്തിയിരുന്നത്.
PMFME പദ്ധതിയിലൂടെ സാമ്പത്തിക ധനസഹായവും സബ്സിഡിയും ലഭിച്ചതോടെ അത്യാധുനിക ബോട്ടിലിംഗ്, പാക്കിംഗ് യന്ത്രങ്ങൾ അവർ സ്ഥാപിച്ചു. 14ഓളം വനിതകൾക്ക് പൂർണ്ണമായി തൊഴിൽ നൽകുന്ന ഈ സ്ഥാപനം തങ്ങളുടെ ഉത്പന്നങ്ങൾ അസമിന് പുറമെ മണിപ്പൂർ, ത്രിപുര എന്നീ അയൽ സംസ്ഥാനങ്ങളിലേക്കും വിജയകരമായി വിതരണം ചെയ്യുന്നു. എല്ലാ സംരംഭകർക്കും സ്വന്തമായി ആധുനിക പ്രോസസ്സിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എളുപ്പമല്ലാത്തതിനാൽ കോമൺ ഇൻക്യുബേഷൻ സെന്ററുകൾ വഴി പങ്കാളിത്ത പ്രോസസ്സിംഗ് സൗകര്യങ്ങൾ പദ്ധതി ഉറപ്പു നൽകുന്നു. പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ് വൺ ഡിസ്ട്രിക്ട് ഓൺ പ്രൊഡക്റ്റ്. ഓരോ ജില്ലയിലെയും സവിശേഷമായ ഒരു ഭക്ഷ്യ ഉൽപ്പന്നം കണ്ടെത്തി ബ്രാൻഡിങ്ങിനും മാർക്കറ്റിങ്ങിനും 50% ധനസഹായം നൽകുന്നു. ഇതുവരെ 20,300 കോടിയുടെ നിക്ഷേപവും 11 ലക്ഷത്തോളം തൊഴിലവസരങ്ങളും പദ്ധതി സൃഷ്ടിച്ചു കഴിഞ്ഞു. 4.18 ലക്ഷം SHG അംഗങ്ങൾക്ക് സ്പീഡ് ക്യാപിറ്റലും ലഭിച്ചു. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ദേശീയ അന്തർദേശീയ എക്സിബിഷനുകളിലൂടെയും നമ്മുടെ നാടൻ ഉൽപ്പന്നങ്ങൾ ഇന്ന് ആഗോള വിപണിയിലേക്ക് ചിറകടിച്ചുയരുകയാണ്. ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, തമിഴ്നാട്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് പദ്ധതി നിർവഹണത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ലഡാക്ക് മുതൽ കന്യാകുമാരി വരെ ലക്ഷക്കണക്കിന് ചെറുകിട സംരംഭകരാണ് സ്വാശ്രയത്വത്തിന്റെ പുതിയ ചരിത്രം കുറിക്കുന്നത്. കേന്ദ്രമന്ത്രി ശ്രീ ചിരാഗ് പസ്വാൻ 2 ലക്ഷാമത്തെ ഗുണഭോക്താവായ റാഞ്ചിയിലെ ഇന്ദർജിത് സിംഗിന് വായ്പാ ഉത്തരവ് കൈമാറിയത് ഈ വിപ്ലവത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. 2047ഓടെ വികസിത ഭാരതം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ ഗ്രാമീണ സാമ്പത്തിക രംഗത്തിന് കരുത്തേകാൻ ഈ പദ്ധതി വലിയൊരു ഊർജ്ജമാകും എന്നതിൽ സംശയമില്ല. ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ മുഖച്ഛായ മാറ്റിയെഴുതുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഭാരതം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ അമൃത് ഭാരതം സ്റ്റേഷൻ സ്കീം വഴി രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുകയാണ്. ഇതിന്റെ രണ്ടാം ഘട്ടമായി 20 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 1570 കോടി രൂപ ചിലവിൽ നവീകരിച്ച 75 അമൃത് ഭാരത് സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നേരത്തെ 2025 മെയ് മാസത്തിൽ 103 സ്റ്റേഷനുകൾ ആദ്യഘട്ടത്തിൽ സമർപ്പിച്ചിരുന്നു. ഈ ചരിത്ര നേട്ടത്തിനൊപ്പം നമ്മുടെ കേരളത്തിലും വലിയൊരു അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത്. പാലക്കാട്, തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനുകൾക്ക് കീഴിലുള്ള കേരളത്തിലെ 6 സ്റ്റേഷനുകൾ ഈ പദ്ധതിയിലൂടെ അത്യാധുനിക സൗകര്യങ്ങളോടെ നാടിന് സമർപ്പിക്കപ്പെട്ടു. ഇതിന്റെ വികസന വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കേരളത്തിന് ലഭിച്ച 6 സ്റ്റേഷനുകളിൽ ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ച് നവീകരിച്ചത് പാലക്കാട് ഡിവിഷനിലെ തിരൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഏകദേശം 26.55 കോടി രൂപ ചിലവഴിച്ചാണ് ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മനാടായ തിരൂരിലെ സ്റ്റേഷൻ നവീകരിച്ചത്. മികച്ച വെയിറ്റിംഗ് ഹാളുകൾ, എലിവേറ്ററുകൾ, എക്സലേറ്ററുകൾ എന്നിവ ഇവിടെ യാത്രക്കാർക്കായി സജ്ജീകരിച്ചിരിക്കുന്നു. ഉത്തര മലബാറിന്റെ സാംസ്കാരിക കേന്ദ്രമായ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ 22.32 കോടി രൂപ ചിലവഴിച്ചാണ് വികസിപ്പിച്ചത്. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വെയിറ്റിംഗ് ഹാളുകൾ, നവീകരിച്ച സ്റ്റേഷൻ മന്ദിരം, സുഗമമായ ഗതാഗത സൗകര്യമുള്ള സർക്കുലേറ്റിംഗ് ഏരിയ എന്നിവ തലശ്ശേരിയുടെ വിനോദസഞ്ചാര കുതിപ്പിന് കരുത്തേകും. പാലക്കാട് ഡിവിഷനിൽ തന്നെയുള്ള വനഭംഗിയാൽ സമൃദ്ധമായ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ 16.44 കോടി രൂപ ചിലവഴിച്ചാണ് നവീകരിച്ചത്. ഇക്കോ ടൂറിസം മേഖലയ്ക്ക് വലിയൊരു ആശ്വാസമായി മാറിയ ഈ സ്റ്റേഷനിൽ അത്യാധുനിക ഡിജിറ്റൽ പാസഞ്ചർ ഇൻഫർമേഷൻ സംവിധാനങ്ങളും പുതിയ പ്ലാറ്റ്ഫോം ഷെൽട്ടറുകളും ഒരുക്കിയിട്ടുണ്ട്. കടലോര മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ 14.21 കോടി രൂപ ചിലവിൽ പുനർനിർമ്മിച്ചു. ദിവ്യാംഗരായ യാത്രക്കാർക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പാകത്തിലുള്ള പ്രത്യേക റാമ്പുകൾ, ടോയ്ലറ്റുകൾ, നവീകരിച്ച വെയിറ്റിംഗ് റൂമുകൾ എന്നിവയാണ് പരപ്പനങ്ങാടിയിലെ പ്രധാന ആകർഷണങ്ങൾ. തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് പ്രാധാന്യമുള്ള 2 സ്റ്റേഷനുകളാണ് ഈ പദ്ധതിയിലൂടെ നവീകരിക്കപ്പെട്ടത്. അതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളിലേക്കുള്ള പ്രവേശന കവാടമായ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ 9.94 കോടി രൂപ ചിലവഴിച്ചാണ് പുനർനിർമ്മിച്ചത്. യാത്രക്കാർക്കായി വിശാലമായ പാർക്കിംഗ് ഏരിയയും ആധുനിക പാസഞ്ചർ ഡിസ്പ്ലേ സംവിധാനങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ശ്രീ ആദിശങ്കരന്റെ ജന്മദേശമായ കാലടിയുടെ പ്രധാന റെയിൽവേ കവാടമായ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ 9.28 കോടി രൂപ ചിലവഴിച്ചാണ് വികസിപ്പിച്ചത്. അത്യാധുനിക പോർട്ടിക്കോ, എയർ കണ്ടീഷൻ ചെയ്ത വെയിറ്റിംഗ് ഹാൾ, മെച്ചപ്പെടുത്തിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവ വഴി തീർത്ഥാടകർക്ക് മികച്ച യാത്രാനുഭവമാണ് അങ്കമാലി ഉറപ്പു നൽകുന്നത്.
കേരളത്തിൽ ആകെ 35 സ്റ്റേഷനുകളാണ് അമൃത് ഭാരതം പദ്ധതിയിലൂടെ പുനർനിർമ്മിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ കേവലം ട്രെയിൻ കയറാനുള്ള ഇടങ്ങൾ എന്നതിലുപരി പ്രാദേശിക സംസ്കാരവും ആധുനിക സാങ്കേതിക വിദ്യയും സമന്വയിക്കുന്ന മികച്ച ഗതാഗത ഹബ്ബുകളാക്കി മാറ്റുകയാണ് അമൃത് ഭാരതം പദ്ധതി. വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റ് വഴിയുള്ള പ്രാദേശിക ബ്രാൻഡിങ്ങും നഗരങ്ങളുടെ ഇരുവശങ്ങളെയും ബന്ധിപ്പിക്കുന്ന പുതിയ ആസൂത്രണവും ഈ പദ്ധതിയുടെ വലിയ നേട്ടമാണ്. റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഈ വൻ കുതിച്ചുചാട്ടം ജനങ്ങളുടെ യാത്രാനുഭവത്തെ കൂടുതൽ മനോഹരമാക്കും. സ്പേസ് മെഡിസിൻ ഗവേഷണത്തിന് ഇനി ഇന്ത്യയിലും അവസരം. ISROയും തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി ബയോ അസ്ട്രോനോട്ടിക്സിൽ രാജ്യത്തെ ആദ്യ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് പ്രോഗ്രാം ആരംഭിച്ചു. 2 വർഷം ദൈർഘ്യമുള്ള ഫെലോഷിപ്പ് മനുഷ്യ ബഹിരാകാശ യാത്രയിലും ബയോമെഡിക്കൽ ഗവേഷണത്തിലും ഇന്ത്യയുടെ കഴിവുകൾ ശക്തിപ്പെടുത്താനുള്ള സുപ്രധാന നീക്കത്തെ അടയാളപ്പെടുത്തുന്നു. വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും തത്വം പ്രതിഫലിപ്പിക്കുന്നതാണ് ഇന്ത്യയുടെ കഴിഞ്ഞ 12 വർഷത്തെ ബഹിരാകാശ ദൗത്യങ്ങൾ. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളിലും 2047 വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാടിലും ഊന്നി മുന്നോട്ടു പോകുന്ന രാജ്യം ഇന്ന് മുൻനിര ബഹിരാകാശ ശക്തിയായി ഉയർന്നു വന്നിരിക്കുന്നു. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ദക്ഷിണ ചാന്ദ്ര ധ്രുവത്തിലെ ലാൻഡിംഗും ആദിത്യ L1 സൗരദൗത്യവും ഗഗൻയാൻ ദേശീയ ബഹിരാകാശ നിലയം എന്നിവയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരുക്കങ്ങളും സുപ്രധാന നേട്ടങ്ങളിൽ ചിലതാണ്. ചരിത്ര ദൗത്യങ്ങളിലൂടെയും അത്യാധുനിക വിക്ഷേപണ സംവിധാനങ്ങളിലൂടെയും തദ്ദേശീയ സാങ്കേതിക വിദ്യകളിലൂടെയും രാജ്യത്തിന്റെ വ്യാപ്തി ഭൂമിക്കപ്പുറമെത്തിക്കാൻ ഇന്ത്യയ്ക്കായി. കൂടാതെ ഭരണനിർവഹണം, കണക്ടിവിറ്റി, ദുരന്ത നിവാരണം, കൃഷി, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സാമ്പത്തിക വളർച്ച എന്നിവ ശക്തിപ്പെടുത്തുന്നതിലും ബഹിരാകാശാധിഷ്ഠിത പ്രവർത്തനങ്ങളെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഗഗൻയാൻ പദ്ധതിയിലൂടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് ISRO. കൂടാതെ ഭാരതീയ അന്തരീക്ഷ നിലയവും ഇന്ത്യയുടെ സുപ്രധാന ബഹിരാകാശ പദ്ധതിയാണ്. ദീർഘകാലം മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങളെ പിന്തുണയ്ക്കാനും സൂക്ഷ്മ ഗുരുത്വാകർഷണത്തിലെ അത്യാധുനിക ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് വേണ്ടിയാണ് ബഹിരാകാശ നിലയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭൂമിയുടെ ഭ്രമണപഥത്തിനപ്പുറം ഭാവി മനുഷ്യ പര്യവേഷണ ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ജീവശാസ്ത്രം, മെഡിസിൻ, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ ഗവേഷണങ്ങൾക്ക് ഈ നിലയം വഴിയൊരുക്കും. ബഹിരാകാശത്ത് പുതിയ അതിരുകൾ കീഴടക്കാൻ രാജ്യമൊരുങ്ങുമ്പോൾ ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യം, സുരക്ഷ എന്നിവ നിർണായക ഘടകമായി മാറുകയാണ്. ഈ സാഹചര്യത്തിലാണ് സ്പേസ് മെഡിസിൻ, ബയോ അസ്ട്രോനോട്ടിക്സ് മേഖലകളിലെ ഗവേഷണത്തിന്റെ പ്രാധാന്യം. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയും ISROയ്ക്ക് കീഴിലുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററും സംയുക്തമായി നടത്തുന്ന 2 വർഷം ദൈർഘ്യമുള്ള കോഴ്സാണ് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് പ്രോഗ്രാം ഇൻ ബയോ അസ്ട്രോനോട്ടിക്സ്. ബഹിരാകാശ യാത്രയ്ക്കിടെ മനുഷ്യരുടെ അവയവങ്ങളുടെയും കോശങ്ങളുടെയും പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ സമഗ്രമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഫെലോഷിപ്പിന്റെ രൂപകൽപ്പന. മൈക്രോഗ്രാവിറ്റി, കോസ്മിക് റേഡിയേഷൻ, ഐസൊലേഷൻ, മറ്റ് ബഹിരാകാശ ഘടകങ്ങൾ എന്നിവ ബഹിരാകാശ യാത്രികർക്ക്, പ്രത്യേകിച്ച് ഗവേഷണങ്ങളുടെ ഭാഗമായി ദീർഘകാലം ബഹിരാകാശത്ത് ചിലവഴിക്കേണ്ടി വരുമ്പോൾ വലിയ വെല്ലുവിളികൾ ഉയർത്താറുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ മനുഷ്യരെ ഏതുവിധത്തിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കി അനുയോജ്യമായ ബയോമെഡിക്കൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നത് ബഹിരാകാശ സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അത്യന്താപേക്ഷിതമാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ബിരുദം, സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ യോഗ്യതകൾ, PhD ബിരുദം എന്നിവയുള്ളവർക്ക് ഈ പ്രോഗ്രാമിന് അപേക്ഷിക്കാം. ഈ അക്കാദമിക് സെഷൻ മുതൽ എല്ലാ വർഷവും പ്രവേശനമുണ്ടാകും. ഫെലോഷിപ്പിനായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രത്യേക പരിശീലനം ലഭ്യമാക്കും. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർമാരുമായും HSFC ബാംഗ്ലൂരിലെ ശാസ്ത്രജ്ഞരുമായും അടുത്ത് സഹകരിച്ച് പ്രവർത്തിക്കാൻ ഫെലോഷിപ്പ് അവസരമൊരുക്കുമെന്ന് SCTIMST ഡെപ്യൂട്ടി ഡയറക്ടർ S. മണികണ്ഠൻ പറഞ്ഞു. This is a 2-year program. There will be training both at ISRO and SCTMST, and also engineers and scientists and technocrats from ISRO who are well versed with various space program. They are collaborating together for the first time in the country, and then they will be teaching the PDF graduates. And this is since I told you this is a 2-year program. 1 year they will have 6 months training program, 6 months at SCTMSC, 6 months at HSFC Bangalore. And the remaining period they will be given the challenges of human space. They have to do research on the topic which has been assigned to them. So they will be working in close collaboration with the doctors and scientists of both the institutes.
മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട നിർണായകമായ ശാസ്ത്രീയ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതും കോഴ്സിന്റെ ലക്ഷ്യമാണ്. മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ISROയുടെ വിവിധ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് സഹകരിക്കാനായി ശ്രീചിത്രയും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററും കഴിഞ്ഞ വർഷം ഏപ്രിൽ 24-ന് ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. തുടർന്ന് നവംബർ 26-ന് സെന്റർ ഫോർ സ്പേസ് മെഡിസിൻ റിസർച്ചിന്റെ ഉദ്ഘാടനം ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കഴിഞ്ഞ മാസം ബംഗളൂരുവിലെ ISRO ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ബയോ ആസ്ട്രോനോട്ടിക്സിൽ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കാനായി ശ്രീചിത്രയും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററും കരാർ ഒപ്പിട്ടു. ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ, ശ്രീചിത്ര പ്രസിഡന്റ് ഡോക്ടർ ക്രിസ് ഗോപാലകൃഷ്ണൻ, മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ശ്രീചിത്ര ഡയറക്ടർ ഡോക്ടർ സഞ്ജയ് ബിഹാരിയും HSFC ഡയറക്ടർ ഡോക്ടർ ദിനേഷ് കുമാർ സിംഗുമാണ് കരാറിൽ ഒപ്പിട്ടത്. സമീപഭാവിയിൽ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് രാജ്യത്തെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനമാണെന്ന് വ്യക്തമാക്കിയ ISRO ചെയർമാൻ സ്പേസ് മെഡിസിൻ രംഗത്തും അനുബന്ധ മേഖലകളിലും ഗവേഷണം, പരിശീലനം, മാനവവിഭവശേഷി വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രതിപാദിച്ചു. ബയോമെഡിക്കൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ശ്രീചിത്ര നൽകിയ സംഭാവനകളെക്കുറിച്ച് ശ്രീചിത്ര പ്രസിഡന്റ് ഡോക്ടർ ക്രിസ് ഗോപാലകൃഷ്ണൻ സംസാരിച്ചു. സ്പേസ് മെഡിസിൻ രംഗത്തെ ഗവേഷണങ്ങളിലൂടെ മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ദൗത്യങ്ങൾക്കാവശ്യമായ പുത്തൻ സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കാനുള്ള അവസരമാണ് ശ്രീചിത്രയ്ക്ക് ലഭിച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു ഫെലോഷിപ്പ് ആരംഭിക്കുന്നത്. മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനോടൊപ്പം മനുഷ്യ ശരീരശാസ്ത്ര പഠനങ്ങൾ, പെരുമാറ്റാരോഗ്യ പഠനങ്ങൾ, ബയോമെഡിക്കൽ പിന്തുണാ സംവിധാനങ്ങൾ, വികിരണ ജീവശാസ്ത്രവും വൈദ്യശാസ്ത്രവും എന്നീ മേഖലകളിലെ ഗവേഷണത്തിനും നവീകരണത്തിനും ഫെലോഷിപ്പ് പ്രോത്സാഹനം നൽകും. ബഹിരാകാശ സാഹചര്യത്തിൽ മനുഷ്യരുടെ ആരോഗ്യവും പ്രവർത്തനക്ഷമതയും മെച്ചപ്പെടുത്താനുള്ള പ്രതിരോധ മാർഗങ്ങൾ വികസിപ്പിക്കുന്നതിനും ഇത് സഹായിക്കും. കൂടാതെ ടെലിമെഡിസിൻ, ആശയവിനിമയ പ്രോട്ടോക്കോളുകൾ, ബഹിരാകാശ ദൗത്യങ്ങൾക്കുള്ള മെഡിക്കൽ കിറ്റുകൾ എന്നിവയുടെ വികസനത്തിനും ഫെലോഷിപ്പ് പിന്തുണ നൽകും. ഈ ആഴ്ചത്തെ അമൃത ഭാരതം വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വികസന വാർത്തകളുമായി അടുത്ത ആഴ്ച ഇതേ സമയം ദൂരദർശൻ മലയാളത്തിൽ വീണ്ടും കണ്ടുമുട്ടാം.